ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എൻ്റെ കൂട്ടുകാരിയായിരിക്കും. ഞാൻ രാവിലെ അങ്ങോട്ടാണല്ലേ. ഇന്ന് രാവിലെ നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട്. ഗസ്റ്റ് ആരാന്ന് എൻ്റെ കൂട്ടുകാർ അന്നേരം കണ്ടാൽ മതി. അപ്പോൾ ഗസ്റ്റിനെ കൂട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആക്ച്വലി 5:15 ആകുമ്പം വരേണ്ടതാണ് ട്രെയിന്. പക്ഷേ ഒരു അരമണിക്കൂർ ലേറ്റാണ്. അതുകൊണ്ട് ട്രെയിൻ എത്താനെ കൊണ്ട് 5:45 5:15 ഇവിടെ സമയം. അപ്പോൾ ഞങ്ങളൊരു അരമണിക്കൂർ ലേറ്റായിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇവിടെ നിന്നാണ്. പിന്നെ രാവിലെ 4:30 എണ്ണീറ്റതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് പോവാം. അപ്പോൾ നമുക്കൊന്ന് റെയിൽവേ സ്റ്റേഷനൊക്കെ പോയി കണ്ട് അവരെ കൂട്ടിക്കൊണ്ട് വന്നാലോ? അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇപ്പം ടൈം 5:10 ആവുന്നതേ ഉള്ളൂ. പക്ഷേങ്കിൽ പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് വെട്ടം ആയിട്ടില്ല. അപ്പൂസ് ഇന്ന് 4 മണിക്ക് എഴുന്നേറ്റ് നിൽക്കുക. അപ്പൂസിന് ഇവരെ കൂട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അപ്പൂസ് നേരത്തെ എഴുന്നേറ്റ് നിന്ന്. അച്ഛൻ എഴുന്നേറ്റുകൊണ്ട് അപ്പൂസിനെ എഴുന്നേൽപ്പിച്ചു. അവൻ ഇന്നലെ പറഞ്ഞു അവനാണ് എല്ലാവരെയും കൂട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞു. അവൻ്റെ കൂടെ പിന്നെ ഞാനും കൂടെ ഇറങ്ങിയതാണ്. ആക്ച്വലി ഞാൻ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇപ്പം ഞങ്ങൾ വിളിക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ അവിടെ നിന്ന് അടുത്താണ് മീൻ മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാനിവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് മീനും കൂടെ മേടിച്ചുകൊണ്ട് വരാം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ചേച്ചിക്കും അമ്മയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കാം. ഞാൻ ചെന്നിട്ടില്ല, ഇവർ മാത്രമാണ് ചെല്ലുന്നതെന്ന് പറഞ്ഞിട്ട് സർപ്രൈസൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിവിടെ കൂടെ പോകുന്നത് കേട്ടോ. ഇപ്പോൾ രാവിലെ ടൈം എൻ്റെ കൂട്ടുകാർ കണ്ടല്ലോ, 5:20 അങ്ങോട്ട് ആയിട്ടേ ഉള്ളൂ. പക്ഷേ എങ്കിൽ റോഡിലത്തെ ട്രാഫിക്ക് കണ്ടോ. ഇവിടെ ബാംഗ്ലൂരിൽ പകലായാലും രാത്രിയായാലും വെളുപ്പാങ്കാലമായാലും ഏത് സമയമായാലും റോഡിൽ ട്രാഫിക് ഒഴിഞ്ഞൊരു നേരമേ ഇല്ല. അപ്പോൾ ഇപ്പോൾ രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് ഈ നാട്ടിൽ നിന്നൊക്കെ ബസ്സുകൾ വരുന്ന ടൈമാണ്. അതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. അതുപോലെ തന്നെ ആണെങ്കിൽ ദൂരെ പോകേണ്ടുന്നവരൊക്കെ ജോലിക്ക് പോകുന്നതും എല്ലാം വെളുപ്പിനൊക്കെ പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ റോഡ് നല്ല റഷാണ്. അപ്പോൾ ഞാനാണെങ്കിൽ രാത്രിയിലത്തെയും കൂടെ ഒരു വ്യൂ എൻ്റെ കൂട്ടുകാർക്ക് പിന്നെ ഒന്ന് ഷെയർ ചെയ്തത്. രാത്രി മീൻസ് വെളുപ്പാങ്കാലമൊക്കെ ആയാലും ഇവിടെ തിരക്കിനൊരു കുറവില്ലെന്ന് എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഗുരുണ്ടപ്പാളയം ബസ് സ്റ്റോപ്പാണ്. ഈ ഗുരുണ്ടപ്പാളയം ബസ് സ്റ്റോപ്പ് അടുക്കാറായിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇന്ന് നല്ല തിരക്കുണ്ട്. ആക്ച്വലി എൻ്റെ കൂട്ടുകാർ എപ്പോഴും പറയാറുണ്ട്, ബീന സ്ഥലത്തിൻ്റെ പേരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് നന്നാന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലപ്പേരൊക്കെ പറയുന്നത് കേട്ടോ. അങ്ങനെ എന്തായാലും ഇനി ഇവിടുന്നും കൂടെ കുറച്ച് ദൂരം കൂടെ പോകണം. കുറേ ദൂരം കൂടെ അങ്ങ് ചെന്നെങ്കിലേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ ആവത്തുള്ളൂ. പക്ഷേ ഇന്നിപ്പോൾ ട്രെയിൻ ലേറ്റാണ്. ഞങ്ങൾക്ക് അവിടെ ചെന്നിട്ട് ഇനിയും കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഞങ്ങൾ പോകുന്ന ടൈം ഇനി അവിടെ ചെന്നിട്ട് അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ്. ട്രെയിൻ ഒരു 3/4 മണിക്കൂർ ലേറ്റാണ്. അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇവിടെ എത്തി. പക്ഷേ ഇവിടെ കണ്ണോൺമെൻറ്റ് റെയിൽവേ സ്റ്റേഷൻ്റെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കാർ പാർക്കിങ്ങിനൊന്നും അകത്തൊന്നും സ്ഥലമില്ല. ഇവിടെ എന്തൊക്കെയോ പണി നടക്കുവാണ്. അതുകൊണ്ട് ഉള്ളിലോട്ടൊന്നും വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ടിട്ട് നമ്മളാണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് വന്നതാണ്. അപ്പോൾ ഇനി അകത്തേക്ക് വന്നിട്ട് നമുക്കാണെങ്കിൽ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കണം. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അച്ഛൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വന്നു. റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇനിയും ട്രെയിൻ എത്തിയിട്ടില്ല. ആക്ച്വലി 5:20 ടൈം. ഇപ്പോൾ ടൈം 5:50 കഴിഞ്ഞ്. ഇനിയും ഒരു 10-15 മിനിറ്റ് സമയം പിടിക്കും. ഒരു 1/4 മണിക്കൂർ ട്രെയിൻ ലേറ്റായി. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഇനി എത്തിയില്ല. ഞങ്ങൾ കുറേ നേരമായിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. ഇനിയും ട്രെയിൻ വന്നിട്ടേ ഇല്ല. അപ്പോൾ ഞാൻ അപ്പൂസിനോട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമായിരുന്നു. ആക്ച്വലി ഞാനിപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് കുറേ വർഷങ്ങളായി കേട്ടോ. ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്തിട്ട് എത്രയോ വർഷമായി. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ ഇവരെ പിക്ക് ചെയ്യാൻ വന്നതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുള്ള് തിരക്ക് കേട്ടോ. രാവിലെ ഏതോ ട്രെയിന് വരാനുണ്ടെന്ന് തോന്നുന്നു. ഒരുപാട് ആൾക്കാർ പോകാനും വരാനുമായിട്ടൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ കുറേ നേരം കൊണ്ട് വെയിറ്റ് ചെയ്ത് എന്തായാലും അവർ വരാനുള്ള ട്രെയിന് വന്നുകൊണ്ടിരിക്കുന്നു. ആക്ച്വലി ഞങ്ങൾക്കാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിനിൻ്റെ മുൻഭാഗത്ത് ചെന്നൈ ബാംഗ്ലൂർ എന്നാണ് എഴുതിയിരുന്നത്. അപ്പോൾ ഞങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതല്ല ട്രെയിനെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആക്ച്വലി കുറേ നേരം ഇവിടെ വെയിറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ട്രെയിനാണെന്നുള്ളത് മനസ്സിലാവുന്നത്. അപ്പോൾ എൻ്റെ ചേച്ചി ഫോൺ ചെയ്തപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഇവർക്കൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിവിടെ മാറി നിന്നതാണ്. അപ്പോൾ അച്ഛയും അപ്പൂസും കൂടാണ് അവരുടെ അടുത്തേക്ക് പോയത്. അപ്പം ഇവർക്കാർക്കും ഞാൻ കൂടെ വന്നിട്ടുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെ അവരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ പുറകെ കൂടെ വന്ന് അപ്പോൾ എൻ്റെ ചേച്ചിയെ തൊട്ടപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഞാൻ വന്നെന്നുള്ള കാര്യം. അപ്പോൾ എന്താ പറയുന്നത്, ഭയങ്കര സന്തോഷമായി. കാരണം വെച്ചാൽ എൻ്റെ അമ്മയെ കണ്ടിട്ട് ഒരു 1.5 വർഷം കഴിഞ്ഞു. അമ്മയായാലും ചേച്ചിയായാലും എല്ലാവരും കണ്ടിട്ട് കുറേ നാളായി. അങ്ങനെ പിന്നെ എന്തായാലും ഞങ്ങൾ പിന്നെ സാധനമൊക്കെ എടുത്തുകൊണ്ട് റോഡിൽ വന്ന് അങ്ങനെ ഈ സാധനങ്ങളൊക്കെ കാറിൻ്റെ ഡിക്കിയിലൊക്കെ കയറ്റി. അപ്പോൾ ഇവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ ഇനി മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശിവാജി നഗർ മാർക്കറ്റിലോട്ടൊന്ന് പോകുന്നുണ്ട്. ഇവിടെ ആണെങ്കിൽ രാവിലെ ഭയങ്കര തിരക്ക് കേട്ടോ. പാർക്കിങ്ങിന് ഇവിടെ ഒന്നും സ്ഥലമേ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഇവരെ കൂട്ടിക്കൊണ്ട് വന്നതാണ്. വരുന്ന വഴിക്ക് എന്നാൽ ശിവാജി നഗർ കയറി മീൻ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ പോയി എന്നെ കാണുന്നില്ലേടി പറഞ്ഞേ. അപ്പം നമുക്ക് പോയി മീനുണ്ടോ നോക്കാം. മീനിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പം പോയി മീനുണ്ടോ നോക്കിയിട്ട് വരാം. എന്നാൽ കുറച്ച് മീനോട് അങ്ങനെ മേടിച്ചിട്ടുണ്ടോ. പാർക്കിങ്ങിന് സ്ഥലമില്ലാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞ് ഞാൻ കാറിനകത്തിരിക്കാൻ, നിങ്ങൾ പോയി മേടിച്ചിട്ട് വന്ന് പറഞ്ഞ് അങ്ങനെ അച്ഛൻ പൈസ തന്നു. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ഞങ്ങൾ മീൻ മേടിക്കാമെന്ന് പറഞ്ഞിട്ട് ഈ മീൻ മാർക്കറ്റിലോട്ട് വന്നതാണ് കേട്ടോ. അങ്ങനെ പോയപ്പം ഇവിടെ ഈ റോഡ് സൈഡിലാണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള പഴങ്ങൾ, ഏതെല്ലാം തരം പഴം വേണമെന്ന് വെച്ചാൽ മതി ഇവിടുന്ന് കിട്ടും. ചുവപ്പോ മഞ്ഞയോ പച്ചയോ എല്ലാം കിട്ടും കേട്ടോ. നോക്കിക്കേ ഏതെല്ലാം കളറാണെന്ന് നോക്കിയേ. അങ്ങനെ എന്തായാലും ഇവിടെ അകത്ത് വന്നു. മീൻ ഉണ്ട് ഇല്ലെന്നല്ല,
പക്ഷേങ്കിൽ ഓരോരുത്തടുത്ത് ഞാൻ മീനിൻ്റെ വില ചോദിച്ച് എനിക്ക് മീനിൻ്റെ വില കേട്ടിട്ട് എനിക്ക് തലകറക്കം വന്നില്ലെന്നേ ഉള്ളൂ. അതേമാതിരിയുള്ള വിലയാണ്. ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മുന്നോട്ടൊക്കെ എങ്ങനെ മീൻ കൂട്ടും എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇത്രയും വില ഇതുവരെ ഇങ്ങനെ കൂടിയതായിട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ മീനൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ മീനിന് തീ വിലയെന്ന് പറഞ്ഞാൽ തീ വില. അതുകൊണ്ട് പിന്നെ കുറച്ച് മീൻ മേടിച്ചുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ പോകട്ടോ. ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം എന്താ മീൻ മേടിച്ചെന്നുള്ളത്. ഇല്ലേ അതെ പാല് ഉപയോഗിക്കുന്ന കുറച്ചാ. ഓ അത് ശരി. അങ്ങനെ അമ്മ 4 ചായയുടെ സമയം കഴിയുന്ന സമയമായി കുഞ്ഞുങ്ങളെ. 7:30 എൻ്റെ അമ്മയ്ക്ക് ചായ കുടിക്കാൻ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ട് അമ്മയ്ക്ക് ചായ കുടിച്ചെങ്കിൽ അമ്മയുടെ മുഖത്തൊരു പ്രസന്നത ഉണ്ടാകത്തുള്ളൂ. കണ്ടില്ല, മുഖത്തിനൊരു പ്രസന്നതയായിട്ടില്ല. ചായ കുടിച്ച് കഴിയുമ്പോൾ അമ്മയുടെ മുഖത്ത് ആ ഒരു പ്രസന്നതയൊക്കെ വരും. അത് കഴിയുമ്പോൾ എൻ്റെ അമ്മ അങ്ങോട്ട് ഉഷാറാവുന്നതിൻ്റെ കൂട്ടുകാർ കണ്ടു നോക്കി കേട്ടോ. അപ്പോൾ നമ്മളിനി വീടെടുക്കാറായി. ഇനി കുറച്ച് ദൂരം അങ്ങോട്ട് ഞങ്ങൾ അയ്യോ ഈ വണ്ടി അന്ന് കുലുങ്ങുക. അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ച് ദൂരം കൊണ്ടുണ്ട് കുഞ്ഞുങ്ങളെ. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. സമയം ഇപ്പോൾ എത്ര ആയിട്ടുണ്ട്? 7:30. 8 മണി ആയിട്ടല്ലേ ഉള്ളൂ. 7:40 ആയിട്ട് 7:40 ട്രാഫിക്കാണ്. അങ്ങനെ എന്തായാലും അവരെ കൂട്ടിക്കൊണ്ട് ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ അച്ഛൻ കാറ് അകത്ത് പാർക്ക് ചെയ്തു. ഞങ്ങൾ വന്നതറിഞ്ഞിട്ട് ബിദിക്കുട്ടൻ താഴേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൊച്ചിനിപ്പം വലത്ത് മിണ്ടണോ ഇടത്ത് മിണ്ടണോ എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അവനാണെങ്കിൽ അവൻ്റെ അമ്മച്ചിയോട് മിണ്ടാൻ വന്നപ്പോൾ അവൻ്റെ വല്യുമ്മി താഴെ നിന്ന് വർത്താനം പറയുന്നു. അപ്പോൾ ആരെയാണ് പിന്നെ കൊച്ചിന് ഇത് ചെയ്യാൻ പറ്റുന്നത്? അങ്ങനെ എൻ്റെ കൊച്ച് 2 പേരോടും വിശേഷങ്ങളൊക്കെ പറയുക. അങ്ങനെ എന്തായാലും എത്തി. അമ്മ എന്തായാലും ട്രെയിനകത്തിരുന്ന് നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് RAC ആയിരുന്നു. 2 പേരോട് ഒരു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് പിന്നെ ഒരു സീറ്റ് കിട്ടിയത്. അതുകൊണ്ട് ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ അപ്പൂസാണെന്നുണ്ടെങ്കിൽ ബോക്സൊക്കെ എടുത്ത് മുകളിലോട്ട് കൊണ്ടുവെക്കുന്നുണ്ട്. അമ്മ ചോദിക്കുക ഏതിനാ ഭാരമെന്ന് ചോദിക്കുക. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ 2 പേരും കൂടെ സാധനങ്ങളെല്ലാം എടുത്ത് മുകളിൽ കൊണ്ടുവച്ചു. ആ പച്ച ബോക്സിനകത്ത് എന്താണെന്ന് എൻ്റെ കൂട്ടുകാർക്ക് അറിയാമോ? ഞാനിവിടുന്ന് ബോക്സും കൊണ്ടൊക്കെയാണ് പോയത് മീൻ മേടിക്കാൻ. അങ്ങനെ മേടിച്ച മീൻ ആ ബോക്സിനകത്ത് ഇട്ടുകൊണ്ട് വന്നു. അങ്ങനെ അത് കഴിഞ്ഞ് എൻ്റെ ചേച്ചി അവളുടെ ബാഗുമെല്ലാം എടുത്തുകൊണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് മൂത്ത മകൻ സമാധാനമായിട്ട് അവൻ്റെ വല്യമ്മച്ചിയോടിരുന്ന് വർത്തമാനവും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ പറയുക, എന്താ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഭയങ്കര സന്തോഷമായി. ഇവരെല്ലാം വന്നപ്പോഴത്തേന് ഏറ്റവും കൂടുതൽ സന്തോഷമായത് എനിക്കായിട്ട്. അപ്പോൾ നമ്മുടെ ബോക്സ് നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ പിക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഡ്രോപ്പിംഗ് ഒക്കെ ആയി. അപ്പോൾ ഈ വീഡിയോയുടെ അതിൻ്റെ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അൺബോക്സിംഗ് ഒക്കെ ഉണ്ട്. ഇന്ന് ഒരുപാട് വീഡിയോകൾ നമുക്ക് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ഉടനെ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ഇവർക്ക് ചായ വെച്ച് കൊടുക്കട്ടെ. എൻ്റെ അമ്മ ചായ കുടിക്കാൻ പറ്റാഞ്ഞിട്ട് അമ്മ ഇങ്ങനെ ഭയങ്കര സങ്കടത്തിൽ. അമ്മയ്ക്ക് ഇപ്പം വേഗം ഒരു ചായ ഒക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ, സീ യു.